ശരണം ശരണം. ഓം ഗുരുചരണം ശരണം. परमाचार्यपदप्राप्तम् परमात्मस्वरूपकम् करुणाकरगुरुं वन्दे भवरोगभिषग्वरम्. രാജ്യത്ത് ശാന്തിയും സമാധാനവും വളർത്തണം. ജാതിമത ഭേദമന്യേ അതിന് വാശിയിൽ പ്രവർത്തിക്കുന്നവരായിരിക്കണം നമ്മുടെ മക്കൾ. ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ എന്ന വ്യത്യാസമില്ലാതെ ഭാരതീയൻ എന്ന വാശിയിൽ ഈ മക്കളെ വളർത്തിയെടുക്കണം. ഇതിന് വിദ്യാകേന്ദ്രം, തൊഴിൽ കേന്ദ്രം ഇവയെല്ലാം അത്യാവശ്യമാണ്. ഈ കേന്ദ്രങ്ങളിൽ കൂടി ധനവും പ്രബുദ്ധതയും രാജ്യഭരണവും എല്ലാം സമ്പാദിക്കാനാണ്. അത്ര ദൂരക്കുട്ടിയുള്ള ഒരു കാര്യമാണ്. ഇതിനുവേണ്ടി ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ദർശന സ്വഭാവമാണ്.
ജാതി மதத்தினையும் வர்ண வித்தியாசங்களையும் கடந்து மனிதன் என்ற ஏகாத சித்தாந்தத்தை சென்றுடைய மக்களை தகுதியுடையவர்களாக்குவது தான் என்பதுதான் ശാന്തിക്ക് ഉയരാന குறிக்கோളും മാർഗവും ഉളവും. ഒരു ഭൂമി പോലും ഇല്ലാതിരുന്ന ഈ കന്യാകുമാരിയിൽ നിന്ന് 10-15 ഏക്കറോളം സ്ഥലവും ആശ്രമവും താമസിക്കാനുള്ള സൗകര്യവും നമുക്കെല്ലാം ഇങ്ങനെ കൂടിച്ചേർന്ന് സ്നേഹം പങ്കിടാനുള്ള ബിൽഡിങ്ങുകളൊക്കെ ഇന്ന് ഇവിടെ ഉണ്ട്. ഇനിയും 10-22-24 വർഷങ്ങൾ വീണ്ടുന്ന സമയത്ത് ഒരു പറയുന്ന പോലെ ചിലപ്പോൾ അത് 100-200-300 ഏക്കറും ഈ ലോകം മൊത്തം വന്ന് ആത്മീയതയെ അന്വേഷിക്കുന്ന ഒരു വലിയ ആഗോള തീർത്ഥാടന കേന്ദ്രവും മറ്റേ ഈ ആശ്രമം മാറും. കാരണം നമ്മളെപ്പോഴും വിശ്വസിക്കേണ്ടത് മഹാത്മാക്കളുടെ വാക്കുകളിലാണ് അതിൻ്റെ ഊർജ്ജം കഴിയുന്നത്. അതിൽ നമ്മൾ വിശ്വസിക്കണം. ആ വിശ്വസിക്കുന്നവർ മാത്രമേ അതിനു വേണ്ടി പ്രവർത്തിക്കാൻ പറ്റൂ. എത്രയോ ഈശ്വരന്മാർ അവധൂതന്മാർ ആത്മപ്രകാശം തേടിയുള്ള അവരുടെ അവധൂത യാത്രകൾ കൊണ്ട് ധന്യമാക്കപ്പെട്ട അവധൂത യാത്രകൾ നടത്തുകയും ഇവിടെ സമാധിയാവുകയും ഒക്കെ ചെയ്തിരിക്കുന്ന എത്രയോ സന്ദർഭങ്ങൾ ഈ പ്രദേശത്തിലും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പ്രകാശം പതിക്കുന്ന ഇടമാണ് കന്യാകുമാരി എന്ന് പറയുന്നത്. ഭൂമധ്യയിലേക്ക് കടന്നു പോകുന്ന ആ പ്രകാശമണ്ഡലങ്ങൾ നിലനിൽക്കുന്ന ഏറ്റവും പുണ്യാർജിതമായി നമ്മൾ കാണുന്ന ഈ പുണ്യഭൂമികയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് പോലും ഏറ്റവും വലിയ പവിത്രമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇതുകൊണ്ടാണ് നമ്മുടെ സർവസ്വമായ ഗുരു പലപ്പോഴും നമ്മുടെ ആത്മീയപരമായ സകല കർമ്മങ്ങളുടെയും തുടക്കത്തിനും ആ കർമ്മ പൂർത്തീകരണത്തിനുമൊക്കെയായിട്ട് ഈ കന്യാകുമാരിയെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ஆழிப்பேரலை சுனாமி என்று சொல்லக்கூடிய ஆழிப்பேரலை நம்முடைய மண்ணை தாக்கிய போது பல மாநிலங்கள், குறிப்பாக தமிழ்நாடு, கேரளா பகுதிகளில் எல்லாம் ஆயிரக்கணக்கான உயிர்களை பறிகொண்டது. அதுபோல பல நாடுகளிலும் லட்சக்கணக்கான உயிர்களை பறிகொண்ட போதிலும் இந்த கன்னியாகுமரியிலே ஒரு நபரை கூட பழிவாங்கவில்லை என்பது ஒரு உதாரணமாக இந்த நேரத்தில் சொல்லியாக வேண்டும். அந்த அளவுக்கு இறைவன் வாழுகின்ற பூமி. இந்த கன்னியாகுமரியிலே வாழுகின்ற போது ஒரு பெரிய பாதுகாப்பு இருக்கின்றது, இயற்கையான பாதுகாப்பு இருக்கின்றதை தான் நிச்சயமாக சொல்ல முடியும். இந்த ஆசிரமத்தை பொறுத்தவரையில் நீண்ட நெடுங்காலமாக மக்களுக்காக அன்னதானம் கொடுக்கின்ற ஒரு சிறப்பான பணியை அவர்கள் செய்து கொண்டிருக்கின்றார்கள். ബ്രഹ്മചാരികളെ വളർത്തിയിട്ടുണ്ട്, ബ്രഹ്മചാരികളെ നടത്തിയിട്ടുണ്ട്. ഒരുപാട് അടികൊണ്ടതാണ് 2 രൂപ അച്ഛൻ്റെ ഒരുപാട് അടിയുണ്ട്. കുസൃതിയായിരുന്നു കൊച്ചില്. അപ്പൊ ഇന്നടിക്കാൻ പറ്റുമോ? പലരും ചോദിക്കും, ഗുരുവായിരുന്നെങ്കിൽ നല്ല വെട്ടിട്ടടിച്ച നല്ലതിന് കാലം മാറി വന്നിരിക്കുന്ന മക്കളുടെ ആ റേഞ്ച് മാറി. അതാണ് ഗുരു പറഞ്ഞത്, സ്വർണത്തിന് അരകല്ലിൽ അരിക്കരുത്, ഒരകല്ലിൽ ഒരിച്ചേ മാറ്റം ഉണ്ടാവും. ഇന്ന് വന്നിരിക്കുന്ന ബ്രഹ്മചാരിയുടെയും അരകല്ലിൽ അരിക്കണ്ട, അന്ന് അരയ്ക്കണമായിരുന്നു, എങ്ങനെ ശരിയാവും. ഇന്നിപ്പോ വലിച്ചു വയ്ക്കാനാണ്. நம்ம மாற்றம் மனுஷன். இன்னைக்கு ஒவ்வொரு வீட்லையுமே நீங்க நினைச்சுக்கோங்க, இந்த வீடு நான் நீட்டா வச்சுக்கணும். ஏன்னா என்றைக்காவது ஒரு நாள் என் வீட்டில் குரு வரும் அப்படிங்கிற உறப்பு இருக்கணும். இருந்தா ஆட்டோமேட்டிக்கா நடக்கும். வீட்டுக்கு ஆரைந்து இடம் வேண்டியதில்லை. நீங்க ஒரே நாள கவுக்க வேண்டாம், கொஞ்சம் கொஞ்சமா நீட்டா பண்ணிக்கிட்டே இருங்க. அது அப்புறம் உங்களுக்கு அது பழகிரும், உங்களால குப்பையை போடவே முடியாது. அப்படி இருக்கும்போது நம்மளுக்கே ஒரு கேள்வி வரும்,
இன்னைக்கு அவங்க சொன்னாங்கல்ல, திடீர்னு தான் குரு சொல்லும் நாளைக்கு நான் உன் வீட்டுக்கு வரேன்னு. அன்னைக்கு பார்த்து நம்ம ஒரு நாள்ல வீட்டை கட்ட முடியாது. அதனால சின்ன சின்ன கொஞ்சம் கொஞ்சமா எல்லா வேலையும் செஞ்சு கிளீனா வச்சிருந்தா நம்ம நம்ம ஹிருதயத்தையும் அதே போல வச்சுக்கணும். கொஞ்சம் கொஞ்சமா அழுக்குகள் நிறைய இருக்கு, அதெல்லாம் கிளீன் பண்ணி குருவோட வருகையை எதிர்பார்த்து நம்ம எல்லா வேலையும் செய்யணும். ஒவ்வொரு வேலையா செஞ்சு வரும்போது நம்ம வீடு நல்லா இருக்கும். வீடை சுற்றி நம்ம கிட்ட பார்த்து அடுத்த வீட்டுக்காரம்மா எப்ப பார்த்தாலும் வேலை செய்துட்டு இருக்கு, இந்தம்மா வேலை செய்யும்போது நம்மளும் வேலை செய்யணும்னு நினைப்பான். அப்படிங்கிறப்ப அந்த தெரு நல்லாகும், நாடு நல்லாகும், கிராமம் ஊர் എല്ലാം நல்லா இருக்கும். அப்ப நமக்கு நல்லதா எல்லாமே கிடைக்கும். പക്ഷെ ഞാനത് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ഗുരുവിനെ എന്നെ അറിയാം. എനിക്ക് ഗുരുവിനെ അറിയില്ല. പക്ഷെ ഗുരു എന്നെ ഭൗതിക ശരീരത്തിൽ നിന്നപ്പോ കണ്ടിട്ടില്ല, ഞാൻ ഗുരുവിനെ കണ്ടിട്ടുണ്ട്. ഗുരു പറഞ്ഞ 2-3 സ്ഥലങ്ങളിലൊക്കെ ചെന്ന് ദൂരെ മാറി നിന്ന് ഗുരുവിനോടുള്ള ഒരു ഭക്തിയോ ഒരു സ്നേഹമോ ഒന്നും തോന്നിയിട്ടില്ല. പക്ഷെ പറയുന്ന വാക്കുകൾ കേൾക്കാൻ ഒരു താല്പര്യം തോന്നിയതുകൊണ്ട് മാറി വളരെ ദൂരം നിന്ന് ഗുരുവിനെ കണ്ടിട്ടുണ്ട്. ഗുരു എന്നെ കണ്ടിട്ടില്ല എന്ന് ഞാൻ കരുതിയിരുന്നു, പക്ഷെ ഗുരു കണ്ടു. അത് പിന്നീടുള്ള ഒരുപാട് അനുഭവങ്ങളിൽ ഒരുപക്ഷെ എനിക്ക് ഗുരുവാണ് ബോണസായി 13 വർഷം തന്നത്. മരണം എങ്ങനെ ഇരിക്കും എന്ന് മനസ്സിലാക്കി നെയ്യാറ്റിങ്ങര ആലും മുടത്തിയപ്പോൾ മരണശൈലിയില അറ്റം പറ്റിയ ഒരാൾ വെള്ളം ചോദിക്കുന്ന അവസ്ഥയിൽ ഞാൻ വെള്ളം ചോദിച്ചു. പിന്നെ എനിക്ക് ഓർമ്മയില്ല, ഞാൻ ആൻജിയോപ്ലാസ്റ്റിയെ കഴിഞ്ഞ് പുറത്തു വന്നപ്പോഴാണ് എന്നോട് സംസാരിക്കാൻ, ബന്ധുക്കളോടൊക്കെ സംസാരിക്കാൻ പറയുന്നത്. അതിന് കാരണമായി ഞാൻ മനസ്സിൽ ഇന്നും വിചാരിക്കുന്നത്, എൻ്റെ ഭാര്യ 10-30 വർഷമായി ആശ്രമത്തിൽ വരുന്നത്. ഞാൻ മതി. ഒരുപാട് സന്യാസിമാരെന്നോട് ചോദിച്ചിട്ട് എന്തേ വരാൻ താമസിച്ചത്? സമയമായില്ല, സമയമായപ്പോൾ ഞാൻ கன்னியாகுமரியிலே 21வது பிரதிஷ்டை ஆண்டுக்கு வருகை தந்த அனைத்து குரு விசுவாசிகளுக்கும் இன்று மனமார்ந்த நன்றிகள். സദ്ഗുരു എല്ലാവരും നിങ്ങൾക്ക് ജ്ഞാനം എന്താണ് അഥവാ എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു തന്നിരിക്കുന്നതാണ് ഗുരുവായി. ഒരു ഗുരുവായി ഞാനിപ്പോൾ വായിക്കാം. ഞാനെത്ര വിനയം പ്രാപിക്കണം, ഞാനെത്ര നല്ലത് ചെയ്തിട്ടുണ്ട്, എനിക്കിനി എത്ര നല്ലത് ചെയ്യാനുണ്ട്, ഞാനെത്ര ത്യാഗം ചെയ്തിട്ടുണ്ട്, എൻ്റെ ത്യാഗത്തിൽ എന്തെല്ലാം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, ത്യാഗത്തിൽ ഞാൻ എങ്ങനെ ജീവിച്ചു കഴിയണം എന്നെല്ലാമുള്ള ചിന്ത എപ്പോഴും വേണം. இந்த சத்சங்கத்தில் நெஞ்சுரை ஆற்றிக்கிற ஒரு வாய்ப்பினை எனக்கு தந்திருக்கின்ற நவஜோதி ஸ்ரீ கருணாகர் அவர்களுக்கு என்னுடைய
ശരണം